അമേരിക്കയിലെ കറുത്തവർഗക്കാരനായ ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ മുക്കിലും മൂലയിലും ശക്തമായ പ്രതിഷേധങ്ങളാണ് കടന്നു വരുന്നത്. തെരുവുകളിൽ പതിനായിരങ്ങളടങ്ങിയ പ്രതിഷേധങ്ങളാണ് ഓരോ നഗരങ്ങളിലെ തെരുവുകളിലും കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. 40ഓളം നഗരങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെ പ്രതിഷേധത്തിന്റെ കാഠിന്യം വ്യക്തമാണ്. പോലീസിന്റെ വാഹനം എവിടെ കണ്ടു കഴിഞ്ഞാലും കത്തിച്ച് ഇല്ലാതാക്കുകയാണ് പ്രതിഷേധക്കാർ. ശക്തമായ സമരങ്ങളോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളുടെ രീതിയിൽ മാറ്റം വരുത്താനുള്ള കാരണം പ്രതിഷേധക്കാരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി അപമാനിച്ചത് തന്നെയാണ്. മറിച്ച് നന്മയുള്ള 2 വർത്തമാനം പറഞ്ഞിരുന്നുവെങ്കിൽ ആ പ്രതിഷേധം അവിടെ തന്നെ അവസാനിച്ചേനെ. മറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഈ പ്രതിഷേധം ഞാൻ അടിച്ചമർത്തും എന്നുള്ളത് തന്നെയാണ്. വെറിപിടിച്ച നായ്ക്കളെയും ആയുധധാരികളെയും ഇറക്കി നിങ്ങളെ വേട്ടയാടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞപ്പോഴാണ് പ്രതിഷേധത്തിന്റെ രീതി തന്നെ പ്രതിഷേധക്കാർ മാറ്റുന്നത്. തെരുവിൽ കണ്ട പോലീസുകാരെയും പോലീസിന്റെ വാഹനത്തെയും തല്ലിപ്പൊളിച്ച് ഭരണകൂടത്തിനെതിരെയുള്ള ശക്തമായ വിയോജിപ്പ് തന്നെ അവിടെയുള്ള പ്രതിഷേധക്കാർ രേഖപ്പെടുത്തിയപ്പോൾ വൈറ്റ് ഹൗസിന് മുന്നിലും പ്രതിഷേധം എത്തി നിന്നു. വൈറ്റ് ഹൗസിന് മുന്നിലുള്ള കെട്ടിടങ്ങളെയും വാഹനങ്ങളെയും തല്ലിപ്പൊളിച്ച ട്രംപിനെതിരെ മുദ്രാവാക്യം വിളിച്ച അവസാന നിമിഷം ജോർജ് ഫ്ലോയിഡ് അഥവാ കൊല്ലപ്പെട്ട കറുത്തവർഗക്കാരനായ ജോർജ് ഫ്ലോയിഡ് പറഞ്ഞ ആ വാക്കുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിഷേധക്കാർ വൈറ്റ് ഹൗസിന്റെ മുന്നിലെത്തിയത്. അമേരിക്കയിലെ പ്രസിഡന്റ് താമസിക്കുന്ന വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് സുരക്ഷാ വലയങ്ങളാൽ ശക്തമായി നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. ആ പ്രദേശത്തിന്റെ മുന്നിൽ നിന്ന് അവർ വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ തന്നെയാണ്. ഐ കാണ്ട് ബ്രീത്ത്, എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല, അഥവാ എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ വിറപ്പിച്ച് വൈറ്റ് ഹൗസിന് മുന്നിൽ വെള്ളക്കാരനും കറുത്തവർഗക്കാരനും നിരനിരാ നിന്നുകൊണ്ട് ശക്തമായ രീതിയിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് വൈറ്റ് ഹൗസിന് കീഴിലുള്ള രഹസ്യ ഗുഹയായിട്ടുള്ള ബങ്കറിലേക്ക് താമസം മാറ്റേണ്ടി വന്നു. അതായത് അത്രത്തോളം പേടിച്ചുപോയി അമേരിക്കൻ പ്രസിഡന്റ്. എന്തിനു പറയണം, അമേരിക്കയിലെ പോലീസുകാർ തന്നെ ട്രംപിനെ കുറ്റപ്പെടുത്തി മുന്നോട്ട് വന്നിരിക്കുകയാണ്. പ്രസിഡന്റിന് ഒരു വില പോലും നൽകാൻ പോലീസുകാർ പോലും തയ്യാറാകുന്നില്ല. ഹൂസ്റ്റണിലെ പോലീസ് മേധാവി അന്താരാഷ്ട്ര ചാനലിൽ ഇരുന്നു കൊണ്ട് തന്നെ പറഞ്ഞു ട്രംപ് ചെയ്തത് ശരിയല്ല എന്ന്. അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയുന്നില്ല എങ്കിൽ മിണ്ടാതിരിക്കൂ എന്നാണ് ഹൂസ്റ്റണിലെ പോലീസ് മേധാവി തുറന്നടിച്ചു പറഞ്ഞത്. സമാധാനപരമായി പൊതുജനങ്ങളോട് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട സാഹചര്യത്തിൽ തൻ്റെ വംശവെറി പിടിച്ച സംസാരങ്ങൾ നിർത്താതെ വംശവെറിയുടെ അടിസ്ഥാനത്തിൽ തന്നെ കറുത്ത വർഗക്കാരെ മോശമായി ചിത്രീകരിച്ച ഡൊണാൾഡ് ട്രംപ് പണി അറിഞ്ഞുകൊണ്ട് ഏറ്റുവാങ്ങുകയാണ്. ഒരുപക്ഷെ ഈ പ്രതിഷേധം ഇനിയും ദിവസങ്ങൾ നീണ്ടു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അപകടം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Let's go.